Hi friends, welcome to our channel Techie Talks. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ Java program ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് JDK ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗൂഗിളിൽ ജസ്റ്റ് ഡൗൺലോഡ് JDK ലേറ്റസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലിങ്ക് തന്നെയുണ്ട്, ഒറാക്കിളിന്റെ ലിങ്ക് ആണ്. ഒറാക്കിൾ ആണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് എല്ലാം ഇപ്പോൾ കറന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. JDKയുടെ എല്ലാ അപ്ഡേഷൻസും ഒറാക്കിൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലിങ്കിൽ www.oracle.com എന്ന് പറയുന്ന ലിങ്കിൽ തന്നെ കയറുക. അതിൻ്റെ അകത്ത് നിന്ന് ഒറാക്കിൾ JDK ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ ഒരു ഏതൊക്കെയാണ് ഇപ്പോൾ കറന്റ്ലി ഏതൊക്കെയുള്ളത്, ഏതൊക്കെ ഫയൽസ് ഇപ്പോൾ ലിനക്സിന് വേണ്ടിയിട്ടുണ്ട്, വിൻഡോസിന് വേണ്ടിയിട്ടുണ്ട്, അങ്ങനെ മാക്കിനുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും, അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നോക്കുക. ഇപ്പോൾ എൻ്റെത് കറന്റ്ലി വിൻഡോസ് 64 ബിറ്റിൻ്റെ ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ bin.exe എന്ന് പറയുന്ന ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ സിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടും ചെയ്യാം. സിപ്പ് ആവുമ്പോൾ പിന്നെ നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ കുറച്ചും കൂടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഞാൻ നോർമലി exe ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ലിങ്കിൽ കയറിയിട്ട് നമ്മളിത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് അടുത്ത ടാബിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പോവുക. അതിൽ വീണ്ടും നമ്മൾ ഇപ്പോൾ നമുക്ക് JDK കിട്ടി, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ സെർച്ച് കൊടുക്കുക, ഡൗൺലോഡ് നെറ്റ്ബീൻസ് യൂസ് ചെയ്യാം, എക്ലിപ്സ് യൂസ് ചെയ്യാം, ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. നെറ്റ്ബീൻസ് ലേറ്റസ്റ്റ് എന്ന് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ലിങ്കിൽ തന്നെ നമുക്ക് കിട്ടും, അപ്പാച്ചെ നെറ്റ്ബീൻസ് റിലീസസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ലിങ്ക് തന്നെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ഏതാണ് വേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതാണ് ഇപ്പോൾ ഞാൻ നോർമലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഏതാണ്, വിൻഡോസ് ആണോ ലിനക്സ് ആണോ അതിനനുസരിച്ചിട്ട് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേർഷൻ അവർ കാണിച്ചിട്ടുണ്ടാവും. എൻ്റെത് വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസ് 64.exe എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം HTTP ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷൻ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് ഡൗൺലോഡിന് ശേഷം പറയാം. അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഡൗൺലോഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോർമലി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ വന്ന് കിടക്കും. ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ഫോൾഡർ ഏതാണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ എൻ്റെ ഡോക്യുമെന്റ്സിന്റെ അകത്ത് ഈ രണ്ട് ഫയൽസ് വന്ന് കിടപ്പുണ്ട്. അതിൽ ഞാൻ JDK ആദ്യം ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പൊ എന്താ, JDK ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അത് യെസ് കൊടുക്കുക. അതിനുശേഷം അവർ നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ ഒരു ഇൻസ്റ്റാളറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തതിൽ നമ്മുടെ ഫോൾഡർ എവിടെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമലി C ഡ്രൈവിലാണ് കൊടുക്കുന്നത്, ഡിപ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം, ചേഞ്ച് കൊടുത്തിട്ട്. ഞാനിപ്പോൾ C ഡ്രൈവിലോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് അത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കും. ഇത് കുറച്ച് സമയം എടുക്കും, ഒരു പതുക്കെ അത് നടക്കുകയുള്ളൂ കേട്ടോ. ഒരു 2-3 മിനിറ്റ് എടുക്കും ഇതിന്റെ ഇൻസ്റ്റാളേഷൻ വരാൻ. അപ്പൊ അത് ഇൻസ്റ്റാൾ ആയി നമുക്ക് വന്നു. Java IC ഡെവലപ്മെന്റ് കിറ്റ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണിച്ചു. അപ്പൊ അത് ക്ലോസ് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ C ഡ്രൈവിൽ എവിടെയാണോ നമ്മൾ ലൊക്കേഷൻ കൊടുത്തത് ആ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ പ്രോഗ്രാം ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ജാവ എന്ന് പറയുന്ന ഫോൾഡർ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ ഫോൾഡറിൻ്റെ അകത്ത് JDK എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ബിന്ന് വരെയും ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ജാവയുടെ അകത്ത് C ഡ്രൈവിൽ പോവുക, പ്രോഗ്രാം ഫയൽസിൻ്റെ അകത്ത് ജാവ എന്ന് പറയുന്ന ഫോൾഡർ, അതിൻ്റെ അകത്ത് JDKയുടെ ഫോൾഡർ, അത് കഴിഞ്ഞ് ബിൻ. ഇവിടെ വരെയുള്ള പാത്ത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്ത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഇത് കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ടിൻ്റെ അവിടെ നമ്മൾ സെർച്ച് കൊടുക്കുക, എഡിറ്റ്
സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ്, എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പാത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ സിസ്റ്റം വേരിയബിൾസും ഉണ്ടാവും, യൂസർ വേരിയബിൾസും ഉണ്ടാവും. ഇതിൽ സിസ്റ്റം വേരിയബിൾസിൻ്റെ അകത്ത് പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തിട്ട് അപ്പോൾ നമുക്കൊരു പുതിയ ലൈനിൽ വന്ന് നിൽക്കും കഴ്സർ. അവിടെ നമ്മുടെ പാത്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എല്ലാ പാനലും ഓക്കെ കൊടുക്കുക. ഇത് നമ്മുടെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാതെ നമുക്ക് നെറ്റ്ബീൻസ് ഇൻസ്റ്റാൾ ആവില്ല. കാരണം നെറ്റ്ബീൻസ് വർക്ക് ചെയ്യുന്നത് ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ ശരിക്കും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് നെറ്റ്ബീൻസ് ഒക്കെ. ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ JDK ആണ്. അപ്പോൾ JDKയുടെ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആവാതെ നമുക്ക് നെറ്റ്ബീൻസ് ഓപ്പൺ ആവില്ല. ഓക്കെ, അപ്പോൾ അത് പാത്ത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നെറ്റ്ബീൻസ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെറ്റ്ബീൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെറ്റ്ബീൻസ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. വീണ്ടും ഓപ്പൺ നെറ്റ്ബീൻസ് ഇൻസ്റ്റാളേഷനുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അത് നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടേത് എൻ്റെ നെറ്റ്ബീൻസ് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇതും ഒരു 2-3 മിനിറ്റ്സ് എടുക്കും. അതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൻ്റെ അകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു അഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക്, ലൈസൻസ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏതാണ് ഫോൾഡർ, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. നമ്മുടെ JDKയുടെ ഫോൾഡർ നെയിം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഡിറ്റക്ട് ചെയ്തോളും. അഥവാ അവിടെ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ JDK വരെയുള്ള പാത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ ഒരു ഇൻസ്റ്റാളേഷൻ്റെ ടൈം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിനിഷ് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ അപ്പാച്ചെ നെറ്റ്ബീൻസിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ടാവും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്ബീൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് ഓപ്പണിംഗ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ JDKയുടെ പാത്ത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നെറ്റ്ബീൻസ് ഓപ്പൺ ആവില്ല. അതപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പറയാനുള്ളത്. നെറ്റ്ബീൻസ് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ആദ്യം വരുന്നുണ്ടാവുക. അതിൽ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഇവിടെ ലെഫ്റ്റ് കോർണറിൽ ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കുക എന്ത് പ്രൊജക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന്. ഇപ്പോൾ നമുക്ക് തൽക്കാലം നോർമൽ ജാവ പ്രൊജക്റ്റ്, സിമ്പിൾ ജാവ പ്രോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ ജാവ വിത്ത് ആൻഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്ന് ജാവ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ ആപ്ലിക്കേഷന് നമുക്ക് പേര് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ജാവ ആപ്ലിക്കേഷൻ 1 എന്നാണ് പേര് കൊടുത്തത്. അതിൽ ഫിനിഷ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ പ്രൊജക്ട്സിൻ്റെ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് വന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ടീക്കപ്പിൻ്റെ ഒരു സിമ്പൽ, JDKയുടെ ആ ഒരു സിമ്പലിൽ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാം. പാക്കേജസ് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് കുറേ ജാവ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഈ ഒരു സ്മോൾ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന പാക്കേജിൻ്റെ പേര് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻബിൽറ്റ് ആയിട്ട് അതേ നെയിമിൽ ഒരു പാക്കേജും അതേ നെയിമിൽ തന്നെ ഒരു ക്ലാസ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ആണ് ഏറ്റവും ബേസിക് കമ്പോണൻറ്റ്. ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. കുറേ ക്ലാസ്സസ് ഇരിക്കുന്ന ഒരു സ്പേസിനെ നമ്മൾ പാക്കേജ് എന്ന് പറയും. പാക്കേജസ് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതിൽ അൺനെസസറി ആയിട്ടുള്ള കമൻസ് വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമ്മുടെ ഒരു കംഫർട്ടബിളിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഫസ്റ്റ് നമ്മുടെ പാക്കേജിന്റെ പേരുണ്ട്, ജാവ ആപ്ലിക്കേഷൻ 1. കണ്ടോ, ഈ പാക്കേജിന്റെ പേരാണ് ഈ കാണിച്ചിരിക്കുന്നത്, പാക്കേജ് നെയിം. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ജാവ ആപ്ലിക്കേഷൻ 1 എന്നുള്ളത് നമ്മുടെ ക്ലാസ് നെയിം ആണ്. അത് പബ്ലിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ പേര് കാണിച്ചു. അപ്പോൾ ഇതിൽ പബ്ലിക് എന്താണ് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മെത്തേഡ്. അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുത്തിരിക്കേണ്ട, മസ്റ്റായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു മെത്തേഡാണ് മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലെ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് എന്താ നിങ്ങൾക്കൊന്ന് ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇത് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു മെയിൻ മെത്തേഡ്. അപ്പം ഇങ്ങനെ ഒരു മെയിൻ മെത്തേഡ് ഇനി ഇപ്പം ചിലപ്പോൾ നമുക്ക് മെയിൻ മെത്തേഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പി എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കൺട്രോളും സ്പേസും കൂടെ ഒരുമിച്ച് ടൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ പ്രഡിക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോളും സ്പേസ് ബാറും. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ പ്രഡിക്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ദാ ഇവിടെ വന്നു മെയിൻ മെത്തേഡ്. ഇനി എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എസ് അടിച്ചിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്, system.out.println. അപ്പം എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ് system.out.println. ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമ്മൾ എന്താണോ പ്ലേസ് ചെയ്യുന്നത് ആ പ്ലേസ് ചെയ്ത ഡാറ്റ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പം ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. അതിനുശേഷം എന്താ ഒരു സെമികോളൻ കൊടുക്കണം. എല്ലാ ജാവ കോഡ്സിൻ്റെയും എൻഡിങ് സെമികോളനിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കേളി ബ്രേസസ് ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാതെ നമുക്കൊരു ലൈൻ എൻഡ് ചെയ്യില്ല. അപ്പം നമ്മൾ സെമികോളൻ കൊടുത്തു. ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് റൺ ചെയ്ത് നോക്കണം. ഇനി ഈ ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റൺ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഔട്ട്പുട്ട് പാനലിൽ നമ്മുടെ ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ്ബീൻസ് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, താങ്ക് യു.